എല്ലാവർക്കും നമസ്കാരം. ആഗ്നയുടെ ലക്ഷ്യയിലേക്ക് സ്വാഗതം. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം ഒരുപോലെ നിലനിർത്താൻ. ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്തുന്നതിന് യോഗയ്ക്കും മെഡിറ്റേഷനും മറ്റു പല കാര്യങ്ങൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇന്ന് ലക്ഷ്യയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പെരുവമ്പിലുള്ള ജിജി എന്ന ഗുരു യോഗ സെൻറ്റർ നടത്തുന്ന യോഗ ടീച്ചറെ പറ്റിയാണ്. ഒരുപാട് ആളുകൾക്ക് യോഗയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനും മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താനും ജീവിതത്തിൽ വളരെ ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ സഹായിച്ച ഒരു യോഗ അധ്യാപിക. അവരുടെ ജീവിതയാത്ര യോഗ അധ്യാപിക എന്ന നിലയിലുള്ള അവരുടെ സന്തോഷവും അനുഭവവും പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ലക്ഷ്യ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. എല്ലാവരും കാണണം, പ്രോത്സാഹിപ്പിക്കണം. നമസ്കാരം. നമസ്തേ, എൻ്റെ പേര് ജിജി രമേശ്. ഞാൻ പാലക്കാട് പെരുവമ്പ് ഗുരു യോഗ സെൻറ്റർ നടത്തുന്നു. 4 വർഷമായി ഞാൻ എൻ്റെ സംരംഭം കൊണ്ടുപോകുന്നു. വളരെ വിജയകരമായിട്ടാണ് സ്ഥാപനം കൊണ്ടുപോകുന്നത്. അവിടെ യോഗ സെൻറ്ററിൽ 4 വയസ്സ് മുതൽ 80 വയസ്സ് വരെയാണ് എനിക്ക് സ്റ്റുഡൻസ് ഉള്ളത്. എല്ലാ പ്രായക്കാരും, എല്ലാ വിവിധ വിഭാഗത്തിൽ നിന്നും വിവിധ തരത്തിൽപ്പെട്ടതും ഉള്ള ആൾക്കാരാണ് അവിടെ ക്ലാസ്സിലേക്ക് വരുന്നത്. റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസ്, പ്രവാസികളുണ്ട്, അതുപോലെ ലേഡീസും ജെൻസും കുട്ടികളും അടങ്ങുന്ന ഒരു 200-ൽ പരം സ്റ്റുഡൻസിനെ ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 9 ബാച്ചുകളിലായി 200-ൽ പരം സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ ഒരു 1000-ൽ കൂടുതൽ സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള സ്റ്റുഡൻസും ഉണ്ട്. അതിൽ ഈ പറയുന്ന പോലെ പേഷ്യൻസ് ആയിട്ടും അല്ലാതെയും അസുഖങ്ങളുള്ളവരും ഇല്ലാതുമായിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പേഷ്യൻസ് എന്ന് പറയുന്ന സമയത്ത് ക്യാൻസർ പേഷ്യൻസ് 7 പേരുണ്ട്. അതുപോലെ തന്നെ സ്ട്രോക്കുള്ള ആൾക്കാർ 5 പേര്, അതിൽ കുട്ടികളും ഉൾപ്പെടുന്നു. അതുപോലെ കിഡ്നി പ്രോബ്ലം ഉള്ളവർ, അറ്റാക്കിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ, BP, ഷുഗർ, കൊളസ്ട്രോൾ വേരിയേഷനുള്ള ആൾക്കാർ, അതുപോലെ തന്നെ യൂട്രസിന് പ്രശ്നമുള്ള ആൾക്കാർ, സിസ്റ്റ്, ഫൈബ്രോയിഡ് അങ്ങനെ പ്രോബ്ലം ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഡിപ്രഷനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. അതിൽ കുട്ടികൾ ഒരുപാട് പേര്, ചെറിയ പ്രായത്തിൽ 18 വയസ്സ് 15 വയസ്സ് വരെ ഉള്ള കുട്ടികൾ തന്നെ ഡിപ്രഷൻ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കെല്ലാം ഈ പറയുന്ന ഇത്രയും അസുഖങ്ങളും ഇതിൽ കൂടുതൽ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ, അങ്ങനെ ഇത്രയും അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഒരു പരിധിവരെ നല്ല വിധത്തിൽ എനിക്ക് ആശ്വാസം നേടിക്കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ശരീരത്തിൽ ഒരുപാട് വയ്യാതെ സ്ട്രോക്കുള്ള ആൾക്കാർ, നടക്കാൻ പോലും വയ്യാതെ വരുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ അവരെ ഡ്രൈവ് ചെയ്തിട്ട് ഇപ്പോൾ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. വളരെയധികം ഹാപ്പിയാണ്. ഇത്രയും മാറ്റങ്ങൾ എനിക്ക് കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. അതിലെനിക്ക് യോഗയോട് തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഞാൻ യോഗയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ മുതൽ വളരെ ചെറുപ്പകാലം മുതൽ തൊട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. നമ്മളൊരു വ്യായാമം പോലെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പക്ഷെ അത് കൂടുതലായി തീവ്രമായി ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ കൊറോണ സമയത്താണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് രമേശ്, അവർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനെ അറിയാലോ, കൊറോണ സമയത്ത് പോലീസ് ഓഫീസേഴ്സും അത് പോലീസുകാരും ആരോഗ്യവകുപ്പുകാരും ആണ് ഏറ്റവും കൂടുതൽ ഓടി നടന്ന് നമ്മളെല്ലാവരെയും സഹായിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് മറ്റെല്ലാവരും വീടുകളിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡിന് 2-3 തവണ കൊറോണ പോസിറ്റീവായിരുന്നു. അതിലൊരു തവണ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ഞങ്ങൾ വിത്ത് ഫാമിലി എല്ലാവരും യോഗ മാത്രം ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ഒരു സമയം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യോഗ ചെയ്തത് കൊണ്ട് മാത്രമാണ് ആ കൊറോണൻ്റെ ആ പീക്ക് ലെവലിൽ എത്താതെ കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അദ്ദേഹത്തിന് മാറ്റം വരാൻ സാധിച്ചത്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ആ യോഗയുടെ വാല്യൂ എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസും എൻ്റെ ആരോഗ്യവും എന്ന് ഉദ്ദേശിച്ചിട്ട് വളരെ കുറച്ച് ആൾക്കാരെ എയിം ചെയ്തിട്ടായിരുന്നു ഞാൻ ഈ സ്ഥാപനം 2022 ഞാൻ സ്ഥാപനം ഏപ്രിൽ 18-ാം തീയതി തുറന്നത്. നോക്കുമ്പോൾ എനിക്കതിൽ വളരെയധികം നമ്മുടെ പെരുവമ്പ് നാട്ടിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ പെരുവമ്പിൽ നിന്ന് മാത്രമല്ല, പാലക്കാട്ടിൽ നിന്നും, ഒലവക്കോട്ടിൽ നിന്നും, പെരുങ്ങോട്ടൂർശി, കുരിശ്ശേരി, കൊല്ലങ്കോട്, ചിറ്റൂര്, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും സ്റ്റുഡൻസ് അന്വേഷിച്ചെത്തുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കണം. 9 ബാച്ചാണ് പോകുന്നത്. അതിൽ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും എല്ലാം സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാ പ്രായക്കാരും ഉണ്ട്. നമ്മൾ യോഗ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൽ പ്രായം ഒരു ബാധ്യതയേ അല്ല. എന്നുവെച്ചാൽ എല്ലാ പ്രായക്കാർക്കും നമുക്ക് യോഗ ചെയ്യാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും ഏത് തരത്തിലുള്ള ആൾക്കാർക്കും യോഗ ചെയ്യാം. ജീവനുള്ള ഏതൊരു ജീവിക്കും, ജീവനുള്ള ഏതൊരു മനുഷ്യനും നമുക്ക് യോഗ ചെയ്യാവുന്നതാണ്. അതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും അതിനെ ബാധിക്കുന്നതല്ല.
വളരെ ഗംഭീരമായിട്ട് ക്ലാസ് കൊണ്ടുപോകുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ വെറും യോഗ മാത്രമല്ല അവിടെ പോകുന്നത്, ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എക്സാമ്പിൾ ഇപ്പോൾ വീടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഒരു കൂടിനകത്ത് ഇരിക്കുന്നത് പോലെ ഇരിക്കുക, പിന്നെ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യാതൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കും എന്നുവെച്ചാൽ വീട്ടമ്മമാരും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എക്സ്ട്രാ ആക്ടിവിറ്റികൾ ഒരുപാട് അവിടെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓണാഘോഷ പരിപാടി, ഒരു വർഷത്തിലൊരു 3 ടൂറ് പോകും നമ്മളെല്ലാവരും കൂടെ വളരെ എൻജോയ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ആനുവൽ ഡേ പ്രോഗ്രാം ഉണ്ട്, ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്, ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ സെലിബ്രേഷനും, ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ, അങ്ങനെ എല്ലാ സെലിബ്രേഷനോട് കൂടി വളരെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മളവിടെ ക്ലാസ് കൊണ്ടുപോകുന്നത്. എല്ലാവരും വളരെ ടീം സ്പിരിറ്റായിട്ട് എൻജോയ് ചെയ്ത് വളരെ കൂട്ടായ്മയോടുകൂടി, എന്ന് വെച്ചാൽ ഒരു കുടക്കീഴിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഒത്തൊരുമിച്ചിട്ട് വളരെ ഒരു കുടുംബം പോലെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് എൻ്റെ സ്ഥാപനം. അപ്പോൾ വളരെയധികം സപ്പോർട്ടീവാകുന്ന സ്റ്റുഡൻസുമാണ്, അതുപോലെ എൻ്റെ ഫാമിലിയും വളരെ സപ്പോർട്ടീവാണ്. വളരെ വിജയകരമായി കൊണ്ടുപോകുന്നു. അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കുഞ്ഞു കുട്ടികളെ മുതൽ തൊട്ട്, എന്ന് വെച്ചാൽ 4 വയസ്സ് മുതൽ സ്റ്റുഡൻസാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം കോൺസെൻട്രേഷനും അതുപോലെ തന്നെ വളരെ സ്കിൽഫുള്ളായിട്ട് പഠിക്കാനും ഒക്കെ സഹായിക്കുന്ന രീതിയിലാണ് അവർക്ക് ടാസ്ക് പോലെ കൊടുത്തിട്ടൊക്കെയാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. അതിന് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ സ്റ്റുഡൻസിനുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം.